വിമാന അപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട നൽകി നാട്. ബരാമതിയിലെ വിദ്യാപ്രതിഷ്ഠാനിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. അമിത് ഷാ, നിതിൻ ഗഡ്കരി, രാംദാസ് അത്തേവാലെ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇവിടെ വിദ്യാപ്രതിഷ്ഠ മൈതാനിയിൽ ആരംഭിച്ചത്. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. ആയിരക്കണക്കിന് NCP പ്രവർത്തകരും അദ്ദേഹത്തിന്റെ മറ്റ് സഹപ്രവർത്തകർ ഒപ്പം മറ്റു പാർട്ടികളിലെ ആളുകളെല്ലാം ഈ മൈതാനിയിൽ തടിച്ച് കൂടിയിട്ടുണ്ട്. ആ ആളുകളുടെ സാന്നിധ്യത്തിലാണ് ശവസംസ്കാര ചടങ്ങുകൾ ഇവിടെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ഒപ്പം തന്നെ ഗോവ മുഖ്യമന്ത്രി, ഇവിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മറ്റ് പ്രമുഖരെല്ലാം ഈ സംസ്കാര ചടങ്ങിന് സാക്ഷിയാകുന്നതിന് വേണ്ടി മൈതാനിയിൽ എത്തിച്ചേർന്നിരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി അഹല്യ മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എത്തിച്ചു. അതിനുശേഷം വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം വിലാപയാത്രയായിട്ടാണ് ഇവിടേക്ക് 11 മണിയോടുകൂടി എത്തിയത്. നമ്മളിപ്പോഴും ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും കാണുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ചടങ്ങുകൾക്ക് സാക്ഷിയാവുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ചടങ്ങുകൾ 12:30 അവസാനിക്കുമ്പോൾ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് അജിത് പവാറിന്റെ മകൻ പാർത്ത് പവാറാണ്. വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം താങ്ങാൻ കഴിയാതെ അണികൾ ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുകയാണ്. ബാരാമതിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.